ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ്. എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൊറോണ ആണെങ്കിലും വീട്ടിലിരുന്ന് എല്ലാവരും ഉഷാറായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ് വന്നത്. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വട്ടയപ്പം തയ്യാറാക്കാം. ഈ വട്ടയപ്പം ഞാൻ തയ്യാറാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി വെച്ചിട്ടാണ്, പച്ചരി വെച്ചിട്ടാണ്. അപ്പം പലരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, വട്ടയപ്പം ഇഡ്ഡലി റൈസ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പച്ചരി ഉപയോഗിച്ചിട്ടോ വേണം ചെയ്യണമെന്ന്. അത് നമുക്ക് നോക്കാം, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി കൊണ്ട് വട്ടയപ്പം തയ്യാറാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടി ഞാനിതവിടെ 3 കപ്പ് പച്ചരിയാണ് എടുത്തത്. 250 ml കപ്പിനാണ് ഞാൻ എടുത്തത്. എനിക്ക് ഇത്തവണ റേഷൻ കടയിൽ നിന്ന് പച്ചരിയാണ് കിട്ടിയത്. അത് വെച്ചിട്ടാണ് ഞാൻ വട്ടയപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്, ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിലൊരുപാട് അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കുക. അത് ഏത് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും കഴുകിയ ശേഷം കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇഡ്ഡലി റൈസൊക്കെ ആണെങ്കിൽ അതിലൊരുപാട് സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി വെള്ളം തെളിയുന്നത് വരെ കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്തെടുക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കുതിർത്തെടുക്കട്ടെ. ആദ്യം നമുക്ക് വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടി ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടി 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ക്യാമറയിൽ നിന്ന് മാറ്റിയ ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, മറന്നു പോയിരുന്നു. അപ്പോൾ നിങ്ങളത് കാണുന്നില്ല. അത് നിങ്ങൾ ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുതിർത്ത് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ച അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. 2-3 തവണയായിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിത് അരച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിൽ ചെയ്യാം, പക്ഷേ തേങ്ങാപ്പാലിലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതിന് വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തത്. അത്യാവശ്യം കട്ടിയിൽ തന്നെ എടുത്ത് വെക്കുക. ഇത് മുഴുവൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് മുഴുവൻ അരിയും തീരുന്നവരെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു നല്ല ഹൈറ്റുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം ഇത് ഫെർമെൻ്റായി വരുമ്പോൾ പൊങ്ങി വരും. അപ്പം പുറത്തേക്ക്, ചെറിയ പാത്രമൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള അരിയൊക്കെ അരച്ചെടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ മാവിൽ നിന്നും ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് 1-1.5 കപ്പ് വെള്ളം വരെ ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കാരണം മറ്റുള്ള അരി എടുക്കുമ്പോഴേക്കും ഇപ്പം തന്നെ ഇത് ചെയ്ത് വെച്ചാൽ ഇത് ചൂടാറി കിട്ടും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5-2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വരെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് വരാം ആദ്യം. അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള അരി അരച്ചെടുക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്താൽ ഇത് ചൂടാറി കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ആയി കിട്ടുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിവിടെ കിടന്നൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള അരി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന എല്ലാ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടോ, നല്ല വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 3 കപ്പ്
അരി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കണക്കായിട്ടുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തേങ്ങ ചിരകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങയുടെ ആ ബ്രൗൺ പോർഷൻ ഒന്നും പെടരുത് കേട്ടോ. കാരണം ബ്രൗൺ പോർഷന് പെട്ടാൽ വട്ടയപ്പം നല്ല വൈറ്റ് കളറാണല്ലോ, ആ കളറ് നഷ്ടപ്പെടും. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്ത ഒരു തേങ്ങയുടെ വെള്ളമാണ്. തേങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് പൊങ്ങി വരും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആക്റ്റീവ് ആക്കാൻ വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച കുറുക്കിയെടുത്ത മാവുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. തണുക്കണ മുന്നേ അരച്ചെടുക്കരുത്, തണുത്ത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ബാക്കിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ അതുകൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതും അരച്ചെടുത്ത് വരാം. ഞാൻ തേങ്ങ അരക്കുന്നതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നാക്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 6 to 7 ടേബിൾ സ്പൂൺ വരെ മധുരം ഉപയോഗിക്കാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കറിയുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തത്. ഇത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. ഇതുകൂടി തേങ്ങ അരക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിത് അതുകൂടി മുഴുവൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വട്ടയപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. അതിന് വേണ്ടി നേരത്തെ ബാക്കി വെച്ച കുറച്ചുകൂടി തേങ്ങാപ്പാലുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വട്ടയപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പോ ഏലക്കായപ്പൊടിയോ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതൊക്കെ രാവിലെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൺസിസ്റ്റൻസി റെഡിയാക്കാം. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ മുഴുവനും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉപ്പോ ഏലക്കായോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത് പൊതുവേ ഞാൻ രാവിലെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. എനിക്ക് അതാണ് കൂടുതലൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയത്. പിന്നെ ഏലക്കായൊക്കെ ഇപ്പോഴേ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടു പോവും. ഉപ്പും ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. നമ്മൾ നേരം വെളുക്കുമ്പോഴേക്കും ഫെർമെൻ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഒന്നുകിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് രാവിലെ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് താഴ്ന്നു പോകും കേട്ടോ. അത് നമ്മൾ വെള്ളപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്നായിട്ട് കുറച്ചാണ്ട് താഴ്ന്നു പോകുന്നത്. ഇനി ഞാനിതിലേക്ക് ഉപ്പും ഏലക്കായുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കുറച്ചൊന്ന് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലല്ല കേട്ടോ, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചൊന്നുമില്ല. അപ്പോൾ രാവിലെ തന്നെ ആയപ്പോൾ എനിക്ക് മടിയാവുക. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പാകമാക്കി കൊണ്ടുവരാം. അപ്പോഴേക്കും അടുപ്പിൽ ഞാൻ വെള്ളം സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അധികം കട്ടിയായാൽ വട്ടയപ്പവും കട്ടിയായി പോവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് വട്ടയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഇനി ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കേക്ക് ടിന്നിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതേ രീതിയിലുള്ള സ്റ്റീലിൻ്റെ പാത്രം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കേക്ക് ടിന്ന് എടുത്തത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിലേക്കും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. ഈ കേക്ക് ടിന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. ഇത് മാത്രമല്ല, ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ടിന്ന്. ഇതിൻ്റെ ഏറ്റവും ചെറുത് വരെ അടങ്ങിയ ഫുൾ സെറ്റ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ സ്റ്റീം ചെയ്യുന്നത്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ചത്. എൻ്റെ കയ്യിലുള്ള സ്റ്റീമർ കുറച്ച് ചെറുതാണ്, അപ്പോൾ ഈ പാത്രത്തിന് പാകമുള്ളതല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് മാവ് റെഡിയാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പകുതിയിലും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. പകുതിയോളം ഒഴിക്കുമ്പോൾ നല്ല കട്ടിയായി വരും, അപ്പം വെന്ത് കിട്ടാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ചുകൂടി പൊങ്ങി വരും. അപ്പോൾ ഞാനിനി ഇതൊരു 45 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. 45 മിനിറ്റിലധികം എടുത്തിട്ടോ, 50-52 മിനിറ്റോളം എടുത്ത്.
അത് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ്. അത് നമുക്കൊരു സ്ക്യൂറോ എന്തെങ്കിലും ഉപയോഗിച്ച് ടൂത്ത് പിക്കോ ഉപയോഗിച്ച് കുത്തി കൊടുത്ത് കേക്ക് നോക്കുന്ന പോലെ തന്നെ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. അപ്പോൾ ഒന്ന് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും റെഡിയാക്കാം. ഇത് ചൂടാറി ഇനി ഞാൻ ഡീമോൾഡ് ചെയ്യാണ്. കുറച്ച് ഇവിടെ പാത്രത്തിൽ ഇതായി, പുതിയ പാത്രം ആയതുകൊണ്ടാവും. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് വട്ടയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി കൊണ്ടും നല്ല അടിപൊളി വട്ടയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ വട്ടയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനെടുത്ത 3 കപ്പ് അരിക്ക് എനിക്ക് 3 വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്ന മാവിനനുസരിച്ചും വലിപ്പത്തിലും കട്ടിയിലൊക്കെ വ്യത്യാസം വരും. എനിക്ക് 3 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.